നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും സുരേഷ് ഗോപിയും വിവിധ സ്ഥലങ്ങളിലെ പര്യടനം തുടരുന്നു. തൃത്തല്ലൂരിൽ LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ. വലപ്പാട് പഞ്ചായത്ത് ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. വാർത്തകൾ വിശദമായി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരൻ മണലൂർ മണ്ഡലത്തിലെ വിവിധ ആരാധനാ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലും SH ഓഫ് മേരി കോൺവെന്റ്, കാരമുക്ക് ചിദംബര ക്ഷേത്രം, സെന്റ് ജോസഫ് ചർച്ച് മണലൂർ വെസ്റ്റ്, സ്നേഹാരാം സ്പെഷ്യൽ സ്കൂൾ, സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച്, സാന്റോസ് ആശ്രമം, സെന്റ് തോമസ് ചർച്ച്, സെന്റ് ജോസ് ബാപ്റ്റിസ്റ്റ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. സ്ഥാനാർത്ഥി കെ മുരളീധരൻ, മുൻ MLA PA മാധവൻ, DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ എന്നിവർ കൂടെയുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തളിക്കുളം പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മദ്യവും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന യുവതലമുറയ്ക്ക് വേറിട്ടൊരു മുഖമായി മാറിയ തളിക്കുളം സ്വദേശി പുതിയ വീട്ടിൽ താജുദ്ദീൻ മകൻ ഇർഫാൻ എന്ന യുവാവിന്റെ നന്മയും പ്രകൃതിയോടുള്ള വാത്സല്യം കണക്കിലെടുത്ത് സുരേഷ് ഗോപി ഇർഫാനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പക്ഷികളെയും ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരനെ സുരേഷ് ഗോപി വളരെയധികം അഭിമാനത്തോടെ ചേർത്തു നിർത്തി ആശംസിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും BJP തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമായ ഭഗീഷ് പൂരാടൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, റിനേഷ് പട്ടാലി, രാജു അമ്പലപ്പറമ്പ് എന്നിവർ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് MP ആണെന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും. അപ്പൊ എങ്ങനെ ജയിപ്പിക്കല്ലേ? എല്ലാവരും ഒരുമിച്ച് പറയണം. താങ്ക് യു. ചന്ദ്രനാവാൻ പറ്റും, ജനകനിലെ അച്ഛനാവാനും പറ്റും, സൂര്യപുത്രിയിലെ കാമുകനാവാൻ പറ്റും. ഉടനെ അത് സിനിമയല്ലടോ ജീവിതം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഞാനാക്കിയത് എൻ്റെ സിനിമയാണ്. ആ സിനിമയിൽ കാണുന്നതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരാ. സിനിമയിൽ അവർ കാണുന്ന രാഷ്ട്രീയക്കാരനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് കൈയടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ എന്താ ഇതിന്റെ ഫലം? എന്താ? മിന്നിക്കല്ലേ? ജയിപ്പിക്കല്ലേ? പറ, ഉച്ചത്തി പറ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഉൾപ്പെടെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പൗരന്റെയും ആ പൗരന് ലഭിക്കേണ്ട തുല്യനീതി അവകാശവും ജനാധിപത്യപരമായി വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഉൾപ്പെടെ ഇല്ലാതാക്കുന്ന വളരെ ഏകപക്ഷീയമായ ഏകാധിപത്യ ഭരണ സമ്പ്രദായത്തിലേക്ക്, പാർലമെന്ററി ഭരണ സമ്പ്രദായത്തിന് ബദലായി പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് വരെ പോകാൻ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇടയുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
കെ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി ടി വി ഹരിദാസൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, CPIM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, CPI വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി CB സുനിൽകുമാർ, അഷറഫ് വെളിയകത്ത്, ശാന്തി ബാസി, ഇബ്രാഹിം പടുവിങ്ങൽ, CM നിസാർ, ഷക്കീല ഉസ്മാൻ, VD പ്രേംപ്രസാദ്, VA ഷാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാനായി സുരേഷ് മഠത്തിലിനെയും കൺവീനറായി CB സുനിൽകുമാറിനെയും ട്രഷററായി അഷ്റഫ് വെളിയകത്തിനെയും തെരഞ്ഞെടുത്തു. പൗരത്വ നിയമ ഭേദഗതി LDF തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആത്മാവ് സെന്ററിൽ സമാപിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തിന് LDF നേതാക്കളായ TR രമേഷ് കുമാർ, ഹാരിസ് ബാബു, KP സന്ദീപ്, ഷീല വിജയകുമാർ, KR സീത, M സ്വർണലത ടീച്ചർ, MR ദിനേശൻ, ഷിനിത ആഷിഖ്, UK ഗോപാലൻ, മോഹനൻ അന്തിക്കാട്, സജിന പർവീൻ എന്നിവർ നേതൃത്വം നൽകി. CAA നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ ധർണ നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി നസീർ ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി റഹീം നാട്ടിക, ട്രഷറർ ലംല റഹ്മാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി. മുൻപത്തെ ഇലക്ഷനുകളിലൊക്കെ പാർലമെന്റ് ഇലക്ഷനുകളിൽ വോട്ടേഴ്സ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടും പച്ചയായ നഗ്നമായ ക്രമക്കേടുകൾ ഇന്ത്യൻ ജനതയുടെ മുമ്പിലേക്ക് വന്നിട്ടും അതെല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ ഭരണത്തിലേറിക്കൊണ്ടിരുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തെ പോലും അട്ടിമറിച്ച് ഭരണത്തിലേക്ക് കയറി വന്ന തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് നടത്തി. ലൈബ്രറി ഹാളിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരം വേലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച കേരളം ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നിരന്തരമായ പരിശ്രമങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി കേരളത്തെ ഇന്ത്യയിലെ തന്നെ സാമൂഹിക നീതിയിൽ മികച്ച സംസ്ഥാനങ്ങൾ ഒന്നാക്കി മാറ്റിയെന്ന് ചിദംബരം മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ 7000-ൽ പരം വരുന്ന ലൈബ്രറി പ്രസ്ഥാനങ്ങളും മികച്ച പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം 1944-ൽ KSK തളിക്കുളത്തെ പോലുള്ള ഉന്നതരാൽ സ്ഥാപിതമായ ലൈബ്രറിയുടെ ചരിത്രം വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് N മദനമോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. AK വാസൻ, ഗീത വിനോദൻ, സജു ഹരിദാസ്, ഷീജ രാമചന്ദ്രൻ, ബീന വാസൻ, പ്രിയ പത്മരാജ്, ഷീഭ, നിർമ്മല വാസൻ, ജിയാനന്ദൻ, സുഭാഷ് ചന്ദ്രൻ, സുരേഷ് PN, ഷൺമുഖൻ, സുനിൽ, ബാലാജി, വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാനസിക അസ്വസ്ഥമുള്ളവരോ അങ്ങനെയുള്ള പല ആളുകളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് 100% ആൾക്കാരെയും സാക്ഷരരാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ 90 കൂടുതലായാൽ തന്നെ നമുക്ക് സാക്ഷരത എന്ന് പറയാവുന്ന അവസ്ഥയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 1991 മലപ്പുറത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു നവസാക്ഷരയായിട്ടുള്ള സ്ത്രീ നമ്മൾ കേരളം സാക്ഷരത കൈവരിച്ചു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10ാം വാർഡിൽ കീഴുപുള്ളിക്കര പാർട്ടി ഓഫീസിൽ KPCC വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട TN പ്രതാപൻ MP-ക്ക് സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് VK സുശീലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ ശിവജി കൈപ്പിള്ളി, സലീഷ് കരിപ്പാറ, സജീവൻ ഞാറ്റുവെട്ടി, ജോസഫ് തേക്കാനത്ത്, അനിൽ ചക്കാണ്ടി, പുഷ്പാങ്കദൻ മാരാത്ത്, ആഷിഖ് ജോസ്, സിദ്ദിഖ് കറുപ്പം വീട്ടിൽ, ആൻഡോ തേക്കാനത്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ അഴിമാവ് അഞ്ചുപുരയിൽ കേരള സർക്കാരുകളുടെ സഹകരണത്തോടെയും ഫിഷറീസ് വകുപ്പിന്റെയും പുലാമ്പി നിമിത സതീഷിന്റെയും സജീഷിന്റെയും നേതൃത്വത്തിൽ ഊരുജലക്കൂട് കൃഷി പദ്ധതിയുടെയും മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം നടത്തി. പുലാമ്പി കുമാരന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഊരുജലക്കൂട് കൃഷി പദ്ധതിയുടെയും മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി ജോസ്,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർമാരായ ജോയ് CL, ആൻഡോ തൊറയൻ, സിജോ പുലിക്കോട്ടിൽ, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, ത്രിതിമോൾ, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മത്സ്യഫെഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി പദ്ധതി വിശദീകരണം നടത്തി. കരിമീൻ, കാളാഞ്ചി എന്നീ മത്സ്യകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഇതേപോലെ തന്നെ ആരും ഉൽപ്പാദിപ്പിക്കാതെ അവ പ്രത്യുൽപാദനം നടത്തി പെറ്റുപെരുകി നമ്മളെല്ലാവരും ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന കുറെ കാലങ്ങളായി ഭയങ്കരമായ മത്സ്യക്ഷാമം, കടൽ മത്സ്യബന്ധനത്തിലും മത്സ്യക്ഷാമമാണ്, ഉൾനാടൻ ജലാശയങ്ങളിലും മത്സ്യക്ഷാമമാണ്. അത് നമ്മുടെ ഏറ്റവും ചിലവ് ചുരുങ്ങിയ പോഷകാഹാരം ഏതെന്ന് ചോദിച്ചാൽ മത്സ്യമാണ്. ഏറ്റവും ചിലവ് ചുരുങ്ങിയ പോഷകാഹാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നതും ഈ മത്സ്യമാണ്. കടലിലെ മത്സ്യമായാലും കായലിലെ മത്സ്യമായാലും അതേപോലെ ജലാശയങ്ങളിലെ മത്സ്യങ്ങളായാലും അതിന് ഉൽപാദനം കുറഞ്ഞു വരികയാണ്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ആൾദൈവം ചമഞ്ഞ് വീട്ടുമതിലും വേലിയും പൊളിച്ചതായി പരാതി. അശോക തിയേറ്ററിന് സമീപം താമസിക്കുന്ന വാടാനപ്പള്ളി വീട്ടിൽ ജിതേന്ദ്രയാണ് പരാതി നൽകിയത്. മാർച്ച് 8-ന് ഉച്ചതിരിഞ്ഞ് 3:45-ഓടെയാണ് സംഭവം. മുൻവശത്തെ മതിലും പിൻവശത്തെ വേലിയും പൊളിച്ചതായും പരാതിയിൽ പറയുന്നു. ട്രസ്റ്റിന്റെ ട്രഷററോട് പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരനായ ജിതേന്ദ്ര പറയുന്നു. കുടുംബത്തിന് സ്വസ്ഥത നൽകാമെന്നും മതിൽ കെട്ടിത്തരാമെന്നും CIയുടെ സാന്നിധ്യത്തിൽ സമ്മതിച്ചതും ഇതുവരെ ചെയ്തു തന്നിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. 42 വർഷങ്ങളായി സ്ഥലത്തിന്മേൽ കേസ് നിലവിലുള്ളതായും ഇപ്പോഴും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വാടാനപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഗേറ്റ് അടച്ചിട്ടു. അപ്പോൾ പറഞ്ഞു തുറക്കടി, ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പേഴ്സിന് ഞങ്ങൾ തുറന്നു കൊടുത്തു. ഒരു സംഘം ആൾക്കാർ പിന്നിലുണ്ടാവും, അല്ലാണ്ട് പെണ്ണിപ്പോൾ ധൈര്യത്തിൽ കൂടി വരുമോ? നമ്മുടെ മുറ്റത്ത് കൂടെ എത്ര സ്ഥലങ്ങളുണ്ട്. ഈ വഴി കൂടി തന്നെ പോകുന്നുണ്ട്, ഈ വീടിൻ്റെ മുന്നിൽ കൂടി തന്നെ. ശിവരാത്രിയുടെ അന്ന് ഇത് ഭൂമി സമർപ്പണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ട്രസ്റ്റ് ചെയർമാനൊക്കെ ഇവർ തിരഞ്ഞെടുത്തിട്ട് സംഘം ചേർന്നതിന് ശേഷം ഈ പെണ്ണിനെ ഇറക്കി വിടുമായിരുന്നു ഈ വഴിയിലും. ഇതിന് മുന്നും വന്നിട്ട് ഇവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നും ഇവർ അതിന് അനുചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ പെണ്ണ് വന്നതിന് ശേഷം ആക്രോശിച്ചുകൊണ്ട് ഞാൻ ആൾദൈവമാണ്, ഞാൻ നാഗത്തിൻ്റെ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗേറ്റ് മതിൽ ചവിട്ടിപ്പൊളിക്കുകയും മറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികളും ഇവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ആകെ കൂട്ടക്കരച്ചിലൊക്കെ ആയി. ഇനിയും ഇത് ഞങ്ങൾക്ക് വിട്ടു തരണം തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ കേസുള്ളതാണ്. ഇവർ മുന്നേ ജില്ലാ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കയറി കൈകാര്യം ചെയ്യുന്നത്. ഈ സ്ത്രീയെ ഇറക്കി വിട്ടിട്ട് ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ ഇങ്ങനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ് വന്നിട്ട്. അപ്പോൾ ഇനി ഒരു കത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത ആളില്ലാത്ത സമയത്ത് ഞാൻ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മാടം പെരിങ്ങോട്ടുകര റൂട്ടിലെ പുള്ള് ആലപ്പാട് കുണ്ടോളിക്കടവ് ഭാഗത്ത് അപകടാവസ്ഥയിലുള്ള കലുങ്കിന്റെ നിർമ്മാണം മാർച്ച് 14 വ്യാഴം മുതൽ തുടങ്ങുന്നതാണ്. പ്രവൃത്തി പൂർത്തിയാക്കുന്നതുവരെ വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ പാലയ്ക്കൽ നിന്നും വരുന്നവർ പുത്തൻവെട്ട് വഴിയിൽ നിന്നും, തൃപ്രയാറിൽ നിന്നും വരുന്നവർ കുണ്ടോളിക്കടവിൽ നിന്നും വഴിതിരിഞ്ഞു പോകേണ്ടതാണ് എന്ന് പൊതുമരാമത്ത് വകുപ്പ് ചേർപ്പ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് പഞ്ചായത്ത് ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളിലും സ്കൂൾ പരിസരത്തും ബീച്ചുകളിലുമായി 38 ക്യാമറകൾ മണപ്പുറം ഫൗണ്ടറിന്റെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്ഥാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. 6.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 38 സോളാർ ക്യാമറകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചത്. ക്യാമറകളുടെ തുടർ പരിപാലനവും അതിലെ നെറ്റ്വർക്ക് കണക്ഷൻ ഉൾപ്പെടെയുള്ള ചിലവുകൾ ഗ്രാമപഞ്ചായത്താണ് നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജ്യോതി രവീന്ദ്രൻ, തപതി KA, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, KA വിജയൻ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ, അജ്മൽ ഷെരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, ഷൈൻ നെടിയിരിപ്പിൽ, അനിത ത്രിദീപ് കുമാർ, മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മുറലി, പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ, ഫൗണ്ടേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. എന്തായാലും പല പരിപാടിയിലും നമ്മൾ വിളിച്ചിട്ടാണ് മണപ്പുറം കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന പല സഹായങ്ങളും മണപ്പുറം എനിക്ക് തരുന്നുണ്ട്. ഇപ്പൊ തന്നെ 5-6 പേരെ ഇതിന് വരാൻ വൈകിയത് കുറെ ആൾക്കാർക്ക് ചികിത്സയ്ക്ക് പോകാൻ കാശ് വേണം. എന്നോട് ചോദിച്ചാൽ കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞേക്കും. നമ്മുടെ ഓഫീസിൽ പോയാൽ കിട്ടും, കാശ് കിട്ടാതെ ഇരിക്കില്ല എന്നാണ് പറഞ്ഞ് വീട്ടിൽ അവർക്ക് വിടും. അപ്പോൾ 6 പേരുണ്ടായിരുന്നു. അതിലൊരു പേർക്ക് ഇപ്പം തന്നെ കിട്ടണം കാശ്. വെച്ചാൽ പോയി ചികിത്സ. അപ്പോൾ ഞാൻ ചെയ്തു അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ PA ടൈപ്പ് ചെയ്ത് മണപ്പുറത്തേക്ക് കൈമാറി. മണപ്പുറത്തേക്ക് കൊടുത്താൽ എൻ്റെ കത്ത് അങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് എല്ലാവർക്കും കത്ത് കൊടുത്തിട്ടൊക്കെ വരുന്നു. കാരണം അവർക്ക് ഒരു 10 രൂപ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചത് 10 രൂപ 15 രൂപ അവർക്ക് കൊടുക്കാനാണ്. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെയും കാരുണ്യഭവന പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി. ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം നടത്തി. ഏപ്രിൽ 12, 13, 14, 15 വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ തീയതികളിലാണ് തിരുനാൾ ആഘോഷം. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിംസ് ചാലിശ്ശേരി, സോഫി ഡേവിസ്, ജിനോ ദേവസി, മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി 6 ആരംഭിക്കും. ഏപ്രിൽ 7 ഞായറാഴ്ചയാണ് തിരുനാൾ കൊടിയേറ്റം. വിശുദ്ധ അന്തോണീസിൻ്റെ കാരുണ്യഭവനം എന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമിടുകയാണ്. ഈ സംരംഭത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പഴുവിൽ ദേശത്തിൻ്റെ തന്നെ ഉത്സവമാണ് ഈ തിരുനാൾ ആഘോഷം. നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ് ഈ തീർത്ഥകേന്ദ്രം. ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തരും ഇവിടെ നിന്നും ആശ്വാസവുമായിട്ടാണ് തിരിച്ചു പോകുക. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന അങ്ങാടിക്കുരുവി ദിനാചരണവും കടുത്ത വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാതെ അലയുന്ന പക്ഷി മൃഗാദികൾക്ക് കുടിവെള്ളം കൊടുക്കുവാനുള്ള പാത്രം വാർഡിലെ 100 വീടുകളിലേക്ക് നൽകുന്നതിന്റെ ഉദ്ഘാടനവും നടത്തി. ഈ വർഷം 100 വീടുകളിലേക്ക് നൽകുന്നതോടെ 400 വീടുകളിൽ കുടിനീർ പാത്രങ്ങൾ എത്തിച്ച് മാതൃകയാക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റോ തുറയൻ. പ്രകൃതിയിൽ ഇഴുകിച്ചേരുന്ന മൺചട്ടിയും ചകിരി
കയറും ഉപയോഗിക്കുന്നതുമൂലം പ്ലാസ്റ്റിക് മുക്ത സന്ദേശവും നൽകിയാണ് മുന്നോട്ടു പോകുന്നത്. താനം കൃഷിഭവന് സമീപം കണ്ണൻ വേലേക്കാട്ടിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ആവണിങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കുടിനീർ പാത്രത്തിലേക്ക് ജലം പകർന്ന് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വീടുകളിലേക്കുള്ള വിതരണവും നടത്തി. സിനിമാ സംവിധായകൻ കപിൽ ചാഴൂർ മുഖ്യപ്രഭാഷണം നടത്തി. ADS പ്രസിഡന്റ് വിജയപ്രകാശ്, അംഗൻവാടി ടീച്ചർമാരായ ഉഷ NS, സധി രംഗൻ, ദേവദാസ് കോട്ടേക്കാട്ട് എന്നിവർ സംസാരിച്ചു. റിജു കണക്കന്തര, ഭിനി കണ്ണൻ, രതീഷ് വേളൂക്കര, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള ചില പുതിയ പ്രത്യേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ 5-ാം വാർഡിലെ പക്ഷികൾ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ എന്ന് അങ്ങനെയില്ല. പുറമേ നിന്ന് വന്നിട്ട് വെള്ളം കുടിക്കാൻ പറന്നു വരുന്ന എല്ലാ പക്ഷികൾക്കും വെള്ളം കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു വ്യത്യാസങ്ങളില്ലാണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർക്ക് ഈ 4 കൊല്ലം കഴിഞ്ഞ് ഇനി 1 കൊല്ലം കൂടി ഉള്ളൂ. അത് 1 കൊല്ലം കൂടിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൽ പ്രത്യേകം മികച്ച കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ തുറേൻ്റെ കലണ്ടർ എടുത്ത് നോക്കിയാൽ കാണാം. ഒരുവിധം എല്ലാ കലണ്ടറിലും എല്ലാ ഫോട്ടോയിലും ഞാനുണ്ട്. അത് ഇപ്പോൾ ആ പ്രവർത്തനത്തിന് ഒരു പ്രസ്ഥാനത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. ഒരു സ്ഥാനം നമുക്ക് സമൂഹം നമുക്ക് അംഗീകരിച്ച് തരുമ്പോൾ ആ സ്ഥാനം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നമുക്കൊരു പ്രത്യേക ഒരു പദവി കിട്ടുകയാണ്. പാലപ്പെട്ടി ക്ഷേത്രം അശ്വതി വേലയോടനുബന്ധിച്ച് പാലപ്പെട്ടി ബീച്ച് ദേശത്തിന്റെ 2 ദിവസത്തെ താലാഘോഷ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ദേശത്തെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പരിചരിക്കുന്നവരെയും മത്സ്യബന്ധന തൊഴിലുറപ്പ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രായമായവരെയും പ്രസിഡന്റ് സുധീഷ് KPയും സെക്രട്ടറി മുബീഷ് പനക്കിലും പൊന്നാടയണിയിച്ച് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈബ് സീസൺ 4 വിന്നർ ജോയ്സ് NSന് മുൻ മെമ്പറും അംഗനവാടി ടീച്ചറുമായിരുന്ന ബേബി പീതാംബരം പ്രത്യേക ആദരവ് നൽകി. കഴിമ്പ്രം ലേഡി ടാസ്ക്, അഷ്ടകല, പാലപ്പെട്ടി വനിതാ കമ്മിറ്റി എന്നീ ടീമുകളുടെയും മറ്റു നിരവധി കലാകാരന്മാരുടെയും പരിപാടികൾ അരങ്ങേറി. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് മുഡിയൻസ് DJ ടീം, കിഷോർ കുമാർ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ സ്റ്റാൻഡ്, ചിന്തുപാട്ട് എന്നിവ ഉണ്ടാകുമെന്ന് കമ്മിറ്റി അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മിനി വേണു, ട്രഷറർ ജിൻസി രമേശ്, ശാന്തകുമാർ പള്ളത്ത്, സീതാരാജൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമാസ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടന്നു. ഓങ്കാരം വലപ്പാട് ബീച്ച് അവതരിപ്പിച്ച പിന്നൽ തിരുവാതിര, ശിവശ്ശേരി ഗ്രൂപ്പ് തൃത്തല്ലൂർ അവതരിപ്പിച്ച കിണ്ണങ്കളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. പരിപാടികൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രക്ഷാധികാരി VV ശങ്കുരു, പ്രസിഡന്റ് സുധൻ കടവത്ത്, ജനറൽ സെക്രട്ടറി ഉദയകുമാർ കടവത്ത്, ട്രഷറർ KK സുധീഷ് എന്നിവർ നേതൃത്വം നൽകി.
പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമന്തി തന്റെ തുമ്പിക്കൈ കേട്ടേണം നെറ്റി വിഘ്നങ്ങൾ വിരിപോലെ തീട്ടേണം വേദാന്ത പൊരുളിൻ ആഹാരശിലയെ ആരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ മഞ്ഞക്കുറി വരച്ചെന്തമ്മ പിലിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട മഞ്ഞക്കുറി വരച്ചെന്തമ്മ പിലിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ട നിറഞ്ഞാടും പന്തലിലെ വന്ന് ആടിക്കളിക്കണ്ടമേ നിറഞ്ഞാടും പന്തലിലെ വന്ന് ആടിക്കളിക്കണ്ടമേ മൂളം കുഴലിന്റെ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കണ്ടമേ. അന്തരിച്ച CPI താന്യം മുൻമണ്ഡലം കമ്മിറ്റി അംഗവും താന്യം പഞ്ചായത്ത് പ്രസിഡന്റുമായ PS രാധാകൃഷ്ണന്റെ 4ാമത് ചരമവാർഷികം ആചരിച്ചു. രാവിലെ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് GR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ് അധ്യക്ഷത വഹിച്ചു. CPI താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK ശ്രീജി ആമുഖ പ്രസംഗം നടത്തി. KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, KP ജോഷി ബാബു, MV സുരേഷ്, AK അനിൽകുമാർ, ശുഭ സുരേഷ്, MK ശിവരാമൻ എന്നിവർ സംസാരിച്ചു. കാലത്തെ പൊതുജീവിതം VS സുനിൽകുമാറിന്റെ തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിലുണ്ട്, ഈ നാടിന്റെ മുമ്പിലുണ്ട്. അഴിമതിരഹിതമായ ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന ആഡംബരരഹിതമായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ അധികാരത്തിന്റെ പദവികൾ ചവിട്ടിക്കയറുമ്പോഴും സാധാരണ മനുഷ്യരോടൊപ്പം ചേർന്നു നിൽക്കാനുള്ള വിശാലമായ മനസ്സ് കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥാനാർത്ഥികളായ K മുരളീധരനും സുരേഷ് ഗോപിയും വിവിധ സ്ഥലങ്ങളിലെ പര്യടനം തുടരുന്നു. തൃത്തല്ലൂരിൽ LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവെൻഷൻ. വലപ്പാട് പഞ്ചായത്ത് ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.